യോഹന്നാൻ 6:63. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു. Praise God. The words that I speak unto you, they are spirit and they are life. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ലൈഫാകുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വാക്കുകൾ സ്പിരിറ്റ് ആകുന്നു, എൻ്റെ ആത്മാവാകുന്നു. ഇവിടെ ആദ്യത്തെ പദം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. സോയ ലൈഫ്. ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മിലേക്ക് കൊണ്ടുവരുന്നത് അവൻ്റെ ആത്മാവാകുന്നു. എന്നാൽ അത് വരുന്ന വഴി അവിടെ കർത്താവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, പ്രസ്താവിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു. ഇന്ന് ഈ ഞായറാഴ്ച പകലിൽ നിങ്ങൾ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന വചനത്തിനകത്ത് നിൽക്കുന്ന ഒരു ശക്തിയുണ്ട്. അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അതിനകത്ത് വ്യാപരിക്കുന്ന ഒരു ജീവനുണ്ട്. അത് ക്രിസ്തുവിൻ്റെ ജീവനാണ്. അതുകൊണ്ടാണ് പുതിയ നിയമ സഭയെക്കുറിച്ച്, പുതിയ നിയമ ശുശ്രൂഷയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ തിരുവചനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, അവൻ ഞങ്ങളെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാക്കുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ഇവിടെയും അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ ആ ജീവിപ്പിക്കുന്ന ആത്മാവിനെ കുറിച്ച്, സോയ ലൈഫിനെ കുറിച്ചാണ് ഇവിടെയും പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കുന്നത്. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. ഇത് അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പറയുവാനുള്ളതിൻ്റെ കാരണം 2 കാലഘട്ടങ്ങളിൽ നടന്ന ശുശ്രൂഷകളെ, 2 കാലഘട്ടങ്ങളിൽ സംഭവിച്ച 2 സംഭവങ്ങളെ മുൻപിൽ വെച്ചുകൊണ്ടാണ്. പഴയ നിയമ കാലഘട്ടത്തിൽ നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് അവിടെ തന്നെ പറയുന്നുണ്ട്, അവൻ ഞങ്ങളെ അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരാക്കി, അല്ലെങ്കിൽ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകരാകുവാൻ പ്രാപ്തരാക്കി. പ്രാപ്തരായതല്ല, പ്രാപ്തരാക്കിയതാണ്. നമ്മൾ പറയുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് പോലെ നാം നിന്നതല്ല, ദൈവം നമ്മളെ നിർത്തിയതാണ്. നാം ഒന്നും നേടിയതല്ല, ദൈവമെല്ലാം നമുക്ക് നൽകിയതാണ്. നാം ഒന്നും ആയതല്ല, ദൈവം നമ്മളെ പലതും ആക്കി തീർത്തതാണ്. അപ്പോസ്തലൻ പറയുന്നു, അവൻ ഞങ്ങളെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകരാകാൻ പ്രാപ്തരാക്കി. ആ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നത് അത് അക്ഷരത്തിൻ്റെ ശുശ്രൂഷയല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്. എന്താണ് ആ ആത്മാവിൻ്റെ ശുശ്രൂഷയുടെ പ്രത്യേകത? അതിനകത്ത് വെളിപ്പെടുന്ന ഒരു സോയ ലൈഫുണ്ട്, അതിൽ വെളിപ്പെടുന്നതായ ഒരു ജീവനുണ്ട്. ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾ മരിച്ചിരിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ നിങ്ങൾ ഡെഡായിരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഏരിയയിൽ നിങ്ങൾ ഡെഡായിരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ സ്പിരിച്വൽ ഏരിയയിൽ നിങ്ങൾ ഡെഡായിരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ആ സന്തോഷം, ഹോളി സ്പിരിറ്റിൽ, പരിശുദ്ധാത്മാവിലുള്ള ആ സന്തോഷമൊക്കെ നഷ്ടപ്പെട്ട് നിങ്ങൾ വല്ലാതെ ഡെസ്പായി ഡൗൺ ആയിട്ടിരിക്കുന്നെങ്കിൽ, ഈ പകൽക്കാലം അല്ലെങ്കിൽ ഈ മെസ്സേജ് എപ്പോഴാണോ നിങ്ങൾ കേൾക്കുന്നത്, ക്രിസ്തുവിൻ്റെ ജീവൻ, ആ ജീവിപ്പിക്കുന്ന ആത്മാവ് നിങ്ങളുടെ ആത്മാവിനെ ടച്ച് ചെയ്യുവാൻ, ആ നിങ്ങളുടെ ആത്മാവിനെ സ്പർശിക്കുവാൻ പോകുന്ന ഒരു നിമിഷമാണ്. അതിന് ഒരു ആമീൻ പറഞ്ഞ് ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞ് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. ആ ജീവൻ ഈ നിമിഷം തന്നെ നിങ്ങളിൽ ഓരോ പ്രിയപ്പെട്ടവരിലും വ്യാപരിക്കട്ടെ എന്ന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ 33-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 20 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ, പഴയ നിയമത്തിൽ സീനായി പർവ്വതത്തിൻ്റെ മുകളിൽ മോശ 40 രാവും 40 പകലും ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് നിയമത്തിൻ്റെ കൽപ്പലകകളുമായി മോശ താഴ്വരയുടെ ആ ഭാഗത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ജോഷുവായോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ജോഷുവായെ അവിടെ വലിയൊരു ആരവാരം, എന്താണ് ഒരു ബഹളം എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, അവൻ പാളയത്തിന് സമീപിച്ചപ്പോൾ കാളക്കുട്ടിയെയും നൃത്തങ്ങളെയും കണ്ടു.
അപ്പോൾ മോശയുടെ കോപം ജ്വലിച്ചു. അവൻ പലകകളെ കയ്യിൽ നിന്ന് എറിഞ്ഞ് പൊട്ടിച്ചു. മോശയുടെ അകത്ത് കോപം ജ്വലിച്ചു. നമുക്കറിയാം, ആ 40 days മോശയുടെ ഫാസ്റ്റിങ്ങിൽ മോശയുടെ സ്കിന്ന് ഭയങ്കര ഗ്ലോറി കൊണ്ട് നിറഞ്ഞു. ആ മോശയുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയാത്തത് കൊണ്ട് ഇസ്രായേൽ ജനവും മോശയും എല്ലാം മൂടുപടമണിയേണ്ടതായ ഒരു സാഹചര്യവും അവിടെ ഉണ്ടായി. എന്നാൽ ആ സ്കിന്നിനകത്ത് ദൈവത്തിൻ്റെ ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്യുന്നെങ്കിലും മോശയുടെ സ്പിരിറ്റിനകത്ത്, ആത്മാവിൽ ഭയങ്കര ദേഷ്യമുണ്ടായി. താൻ കണ്ട കാഴ്ചകൾ, താൻ കണ്ട സംഭവങ്ങൾ, താൻ കണ്ട രംഗങ്ങൾ മോശയെ വല്ലാതെ പ്രകോപിപ്പിച്ചു, അല്ലെങ്കിൽ വളരെ ക്ഷുഭിതനാക്കി മാറ്റി. അവിടെ എന്താണ് മോശ ചെയ്തതെന്നറിയാമോ? 20-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അവരുണ്ടാക്കിയ കാളക്കുട്ടിയെ അവൻ എടുത്ത് തീയിലിട്ട് ചുട്ട് അരച്ച് പൊടിയാക്കി വെള്ളത്തിൽ വിതറി ഇസ്രായേൽ മക്കളെ കുടിപ്പിച്ചു. അപ്പോൾ മോശയുടെ ആ ഗ്ലോറി ഫേസിൽ ഉണ്ടായിരുന്നെങ്കിലും സ്പിരിറ്റിൽ ഭയങ്കര ദേഷ്യം വെളിപ്പെട്ടു. ഇതാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. ഞാൻ പല മെസ്സേജുകളിലും എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ മഹത്വം ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ പലയിടത്തും നമ്മൾ നോക്കുമ്പോൾ അത് മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത് സ്ഥലങ്ങളിലാണ്. യഹോവയുടെ ആലയത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി. മോശയുടെ സ്കിന്നിൽ, മുഖത്ത് തേജസ് പ്രതിബിംബിച്ചു. എന്നാൽ ന്യൂ ടെസ്റ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ദൈവത്തിൻ്റെ മഹത്വം ദൈവം ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് സ്കിന്നിലല്ല, ഒരു പർട്ടിക്കുലർ പ്ലേസിലല്ല, നമ്മളുടെ ആത്മാവിലാണ്, നമ്മളുടെ സ്പിരിറ്റിലാണ്. അതുകൊണ്ടാണ് കൊലോസ്യർക്കെഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പറഞ്ഞത്, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. ആ ഗ്ലോറി നിങ്ങളിലാണ് ഇന്ന് വസിക്കുന്നത്. ശ്രദ്ധിക്കാം, ഇവിടെ മോശ അത് വെള്ളത്തിനകത്ത് കലക്കി ജനത്തെ കുടിപ്പിച്ചപ്പോൾ ബൈബിൾ പറയുന്നു, പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ, ലേവ്യർ മോശ പറഞ്ഞതുപോലെ ചെയ്തു. അന്ന് ഏകദേശം 3000 പേർ വീണ് മരിച്ചു. പഴയ നിയമത്തിൻ്റെ കൽപ്പനകളുമായി, പഴയ നിയമത്തിൻ്റെ നിയമങ്ങളുമായി, നിയമത്തിൻ്റെ പലകകളുമായി, ശുശ്രൂഷയുമായി മോശ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ, ആ മൊമെന്റിൽ, ആ സമയത്ത് മോശയുടെ ദേഷ്യത്തിൻ്റെ മുൻപിൽ 3000 പേരാണ് ആ താഴ്വരയിൽ മരണപ്പെട്ടത്. പ്രൈസ് ഗോഡ്. 32-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യത്തിൽ യഹോവയായ ദൈവം, സ്തോത്രം, മോശയോട് പറയുന്നു, എന്നോട് പാപം ചെയ്തവൻ്റെ പേര് ഞാൻ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. നിങ്ങൾ കണ്ടോ അവിടെ 32-ന്റെ 33, പുറപ്പാട് 32-33 ദൈവസന്നിധിയിൽ പാപം ചെയ്തവരുടെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് ദൈവം മായ്ച്ചു കളയുന്നു. അതുകൊണ്ടും തീരുന്നില്ല. 32-ന്റെ 28-ാം വാക്യത്തിൽ 3000 പേര് താഴ്വരയിൽ മരണപ്പെടുന്നു. ഒന്ന് ഓർത്തെ, ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ, പഴയ നിയമത്തിൻ്റെ കൽപ്പനകളുമായി, കൽപ്പലകകളുമായി, നിയമത്തിൻ്റെ പലകകളുമായി, ശുശ്രൂഷയുമായി മോശ ഇറങ്ങി വരുമ്പോൾ പലരുടെയും പേര് ജീവപുസ്തകത്തിൽ നിന്ന് പോകുന്നു. പലരും ഈ ലോകത്തിൽ നിന്ന് തന്നെ മാറ്റപ്പെട്ട് മരണപ്പെടുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, നമ്മളിപ്പോൾ വായിച്ച യോഹന്നാൻ 6-ന്റെ 63-ാം വാക്യത്തിൽ യേശു പറഞ്ഞില്ലേ, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നെന്ന്. ഇത് നിശ്ചയമായിട്ടും കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് സ്വർഗാരോഹണം ചെയ്ത് വാഗ്ദത്ത വിഷയമായ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ, ആമീൻ, അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, പെന്തിക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ, ആമീൻ, ആകാശത്ത് നിന്ന് മുഴക്കമുണ്ടായി. അവരിരുന്ന വീട് മുഴുവൻ നിറയ്ക്കുവാനിടയായി. പുതിയ നിയമത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെട്ടപ്പോൾ, പുതിയ നിയമത്തിന്റെ സഭയുടെ ഇനാഗുറേഷൻ വെളിപ്പെട്ടപ്പോൾ, പുതിയ നിയമസഭയുടെ ആരംഭത്തിൽ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാത്തിരുന്നവരുടെ മേൽ കൊട്ടിയ കാറ്റാൽ, ഇടി മുഴക്കത്താൽ അവരെ നിറയ്ക്കുവാനിടയായി തീർന്നു. എന്ത് സംഭവിച്ചു? 38-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തല പ്രവൃത്തി 2-ന്റെ 38 ഇതിന്റെ മധ്യയിൽ വലിയ ജനക്കൂട്ടങ്ങൾ ഒന്നിച്ചു കൂടിയപ്പോൾ പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുമെന്ന് പറഞ്ഞു. 41-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അന്ന് 3000 പേർ, അവന്റെ വാക്ക് കൈക്കൊണ്ട 3000 പേർ സ്നാനമേറ്റ് ആ 3000-ഓളം പേർ അവരോട് ചേർന്നു.
അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, അവർ കൂട്ടായ്മ ആചരിച്ചു, അവർ അപ്പം നുറുക്കി, അവർ പ്രാർത്ഥന കഴിച്ചു. കണ്ടോ, പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ വെളിപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ വെളിപ്പെടുമ്പോൾ, ദൈവശക്തി മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ, ആ സോയ ലൈഫ് ജീവിപ്പിക്കുന്ന ആത്മാവ്, ജീവിപ്പിക്കുന്ന വചനം അവിടെ മൂവ് ചെയ്തപ്പോൾ അവിടെ 3000 പേരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി. അവിടെ 3000 പേരുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതുക മാത്രമല്ല, അവരുടെ അകത്തേക്ക് സോയ ലൈഫ് കടന്നു വന്നു, അവരുടെ അകത്തേക്ക് ക്രിസ്തുവിന്റെ ജീവൻ കടന്നു വന്നു, അവരുടെ അകത്തേക്ക് വലിയ ലൈഫ് കടന്നു വന്നു. പഴയ നിയമത്തിൽ കൽപ്പനകളുമായി മോശ ഇറങ്ങി വന്നപ്പോൾ പലരുടെയും പേര് ജീവപുസ്തകത്തിൽ നിന്ന് പോയി, പലരും മരണപ്പെട്ടു. എന്നാൽ ഇവിടെ സ്ഥിതികൾ മാറുകയാണ്, ഇവിടെ സിറ്റുവേഷനുകൾ മാറുകയാണ്. ഇന്ന് ഈ ഞായറാഴ്ച ഈ പകലിൽ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വന്നിരിക്കുന്നത് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പുണ്യാഹ രക്തത്തിനരികിലാണ്. അങ്ങനെങ്കിൽ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നവരുടെ ആത്മാവിൽ, അവരുടെ ശരീരത്തിൽ, അവരുടെ കുടുംബങ്ങളിൽ, അവരുടെ തലമുറകളിൽ യേശുവിന്റെ നാമത്തിൽ ജീവിപ്പിക്കുന്ന ആത്മാവ്, ജീവിപ്പിക്കുന്ന ആത്മാവ്. യേശു പറഞ്ഞതുപോലെ ഞാൻ സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു എന്ന് എഴുതിയിരിക്കുന്നെങ്കിൽ ആ ജീവൻ, ആ ആത്മാവ് ഇപ്പോൾ നിങ്ങളെ സ്പർശിക്കുവാൻ ഈ പ്രസംഗം, ഈ മെസ്സേജ് മൊബൈൽ ഫോണിലൂടെയോ ലാപ്ടോപ്പിലൂടെയോ ടിവിയിലൂടെയോ എങ്ങനെയാണോ നിങ്ങൾ കേൾക്കുന്നത്, ഈ ശബ്ദം നിങ്ങളുടെ കാതിൽ മുഴങ്ങുമ്പോൾ തന്നെ വലിയ ഒരു ജീവൻ നിങ്ങളുടെ ആത്മാവിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ആത്മാവും ജീവനുമാകുന്ന വചനം നിങ്ങളിൽ ഓരോരുത്തരിലേക്കും ഇന്ന് പകലിൽ നിങ്ങൾ വിശ്വാസത്തോട് ഇത് സ്വീകരിച്ച് ഏറ്റെടുക്കുമ്പോൾ അത് വെളിപ്പെട്ടാൽ എന്ത് സംഭവിക്കും? യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ യെശയ്യാ 32:15 പറയുന്നുണ്ട്, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. ഈ ജീവിപ്പിക്കുന്ന ആത്മാവ്, ഈ സോയ ലൈഫ് നിങ്ങളിലേക്ക് വെളിപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഉയരത്തിൽ നിന്നുള്ള ആത്മാവ് നിങ്ങളുടെ മേൽ പകർന്നു കഴിഞ്ഞാൽ മരുഭൂമി ഉദ്യാനമായി തീരും. ആ വിൽഡർനെസ് വളരെ ഫ്രൂട്ട്ഫുൾ ഫീൽഡായി തീരും. ഹല്ലേലൂയ. നിങ്ങളുടെ ലൈഫിലെ ആ ഫോറസ്റ്റ് അല്ലെങ്കിൽ ആ വനമായി എണ്ണപ്പെട്ടിരിക്കുന്ന അനുഭവങ്ങൾ, ആ മരുഭൂമിയുടെ അനുഭവങ്ങൾ ഫ്രൂട്ട്ഫുള്ളായി തീരും, ബ്യൂട്ടിഫുള്ളായി തീരും. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ എത്ര സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിലെ മരുഭൂമികൾ ഉദ്യാനമായി തീരണം, ഉദ്യാനം വനമായി എണ്ണപ്പെടണം? അല്ല, ഞാൻ മറ്റൊരു സത്യവും കൂടെ പറയട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ മരുഭൂമികൾ പലതും ഉദ്യാനമായി തീർന്നതും ഉദ്യാനങ്ങൾ പലതും വനമായി എണ്ണപ്പെട്ടതും ഈ ജീവന്റെ ആത്മാവ് നിങ്ങളിൽ വന്നതുകൊണ്ടല്ലേ? ഇന്ന് വളരെ അനുഗ്രഹത്തിൻ്റെ മധ്യയിൽ, സമൃദ്ധിയുടെ നടുവിൽ, എല്ലാ നിറവുകളുടെയും നടുവിൽ ഒന്നിനും കുറവില്ലാതെ സ്വസ്ഥതയോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ഈ ശുശ്രൂഷകളിൽ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓരോരുത്തരും, ഞാനും നിങ്ങളും എല്ലാം പങ്കെടുക്കുന്നത്, ശുശ്രൂഷിക്കുന്നത്, ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിലെ മരുഭൂമികളെ ദൈവത്തിൻ്റെ ആത്മാവ് ഉദ്യാനമാക്കിയത് കൊണ്ടും പല ഉദ്യാനങ്ങളെയും വനമാക്കി തീർത്തത് കൊണ്ടുമല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിന് ഈ ഞായറാഴ്ച പകലിൽ നമുക്ക് നന്ദി പറയാൻ കഴിയണം. ഇത് ഇവിടം കൊണ്ടും തീരുന്നില്ല. ഇതൊരു പ്രൊഫറ്റിക്കൽ വേർഡാണ്. ഇത് ചില കുടുംബങ്ങളോടൊരു പ്രവചനമായി, ദൈവിക ആലോചനയായി ഞാൻ കൈമാറുകയാണ്. ഈ ക്രിസ്തുവിൻ്റെ ജീവൻ നിങ്ങളിൽ വെളിപ്പെടുന്നു. ഈ ക്രിസ്തുവിൻ്റെ ജീവൻ നിങ്ങളുടെ സ്തോത്രം ജീവിതത്തിൽ, നിങ്ങളുടെ ആത്മാവിൽ വെളിപ്പെട്ട് അവിടം കൊണ്ട് ഇത് അവസാനിക്കുന്നില്ല. ഞാൻ ഇങ്ങനെ നിങ്ങളെ നോക്കി ഡിക്ലെയർ ചെയ്യുകയാണ്, അത് നിങ്ങളുടെ തലമുറകളുടെ മേൽ ദൈവം പകരും. അതാണ് യെശയ്യാ 44:3 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതി മേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിൻ്റെ മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. അതിനൊരു ആമീൻ പറഞ്ഞേ. നിന്റെ സന്തതി മേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിൻ്റെ മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. ഹല്ലേലൂയ. നിന്റെ തലമുറകളുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ പകരും.
ആമേൻ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ ആരാധിക്കുന്നു, നിങ്ങൾ വചനം പ്രസംഗിക്കുന്നു, നിങ്ങൾ ദൈവവേല ചെയ്യുന്നു, നിങ്ങൾ ജീവനുള്ള കർത്താവിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. പക്ഷേ നിങ്ങളിൽ പലരും ഇന്ന് പകലിൽ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു, കർത്താവേ എൻ്റെ തലമുറകൾ വഴിപിഴച്ചു പോകരുതേ, എൻ്റെ തലമുറകൾ നശിച്ചു പോകരുതേ, എൻ്റെ തലമുറകൾ പട്ടുപോകരുതേ, എൻ്റെ തലമുറകൾ നിലനിൽക്കണമേ, എൻ്റെ തലമുറകളെ സ്വർഗമേ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ യെശയ്യാ 54:13 വായിക്കുന്നത് പോലെ നിന്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കും. നിന്റെ മേൽ പകർന്ന എൻ്റെ ആത്മാവിനെ, സ്തോത്രം, നിന്റെ അധരത്തിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളെ നിന്റെ സന്തതിയുടെ മേലും, നിന്റെ സന്തതിയുടെ മേലും, സന്തതിയുടെ മേലും ദൈവം പകരുവാൻ വിശ്വസ്തനാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. അതേ പ്രിയരെ, ഉയരത്തിലെ അവൻ്റെ ആത്മാവിനെ അവൻ നമ്മുടെ മേൽ പകരുമ്പോൾ നമ്മളുടെ മരുഭൂമികൾ ഉദ്യാനമാകും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. ഇത് കേവലം ഒരു പ്രസംഗമല്ല കേട്ടോ, 100 ആയിരക്കണക്കിന് ആൾക്കാരുടെ അനുഭവമാണ്. പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതാ സാക്ഷികളുടെ വലിയ ഒരു സമൂഹം ഞങ്ങൾക്ക് ചുറ്റും നിൽക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്കിത് ആദ്യത്തെ കേൾവിയായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച്, ഞങ്ങൾ ഓരോ പ്രിയപ്പെട്ടവരെ സംബന്ധിച്ച്, ഇന്നിത് കേട്ടോണ്ടിരിക്കുന്ന പല കുടുംബങ്ങളെ സംബന്ധിച്ച് അവർക്ക് എത്ര അനുഭവങ്ങൾ അറിയാം. ജീവിതത്തിലെല്ലാം തകർന്നവൻ, തകർക്കപ്പെട്ടവൻ, ശൂന്യത അനുഭവിച്ചവൻ, പരാജയപ്പെട്ടവൻ, ജീവിതത്തിലെ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ എത്രയോ വ്യക്തികളിൽ ഈ സോയ ലൈഫ് ജീവിപ്പിക്കുന്ന ആത്മാവ്, അല്ലെങ്കിൽ ജീവന്റെ വചനമാകുന്ന ക്രിസ്തു കടന്നു വന്നതിനാൽ, യേശു കടന്നു വന്നതിനാൽ അവരുടെ ജീവിതത്തിലെ മരുഭൂമികൾ ഉദ്യാനങ്ങളായി തീർന്നിട്ടുണ്ട്. ഇങ്ങനൊരു സംഭവം ഞാൻ വിശുദ്ധ ബൈബിളിൽ ഞാൻ വായിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുവരികയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ, അവൻ ഗനസരേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ, ആര്? കർത്താവായ യേശു ക്രിസ്തു ഗനസരേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കുകയാൽ 2 പടക് കരയ്ക്ക് അടുത്തു നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻ പിടിക്കാരിറങ്ങി വല കഴുകുകയായിരുന്നു. ആമേൻ. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിൽ നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. അവർ മറ്റേ പടകിൽ ഉള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെയും കൂടെ മാടി വിളിച്ചു. അവരും വന്നു. പടക് 2 മുങ്ങുവാറാകുവോളം നിറച്ചു. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണ്, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. നോക്കി, അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോട് കൂടെയുള്ള എല്ലാവർക്കും പരിഭ്രമമുണ്ടായി. അവർ ആശ്ചര്യപ്പെട്ടു, അവർക്ക് സംഭ്രമം പിടിച്ചു. ഇവിടെ നിങ്ങൾ ഒരു സംഭവം കാണുന്നുണ്ടോ? ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു മീനെ പോലും ലഭിക്കാതെ ആ ജോലി കഴിഞ്ഞ് മടങ്ങി വന്ന് പടക് കരയോടടുപ്പിച്ച് വല കഴുകുന്ന നിരാശനായ ഒരു പീറ്റർ, ഒരു പത്രോസ്. അതേ ഗനസരേത്ത് തടാകത്തിന്റെ കരയിൽ ദൈവവചനം പ്രസംഗിക്കുന്ന ജീവന്റെ ആത്മാവിന്റെ ഉടമസ്ഥനായ യേശു ക്രിസ്തു. ആ കർത്താവ് ദൈവവചനം പ്രസംഗിക്കുന്ന സമയത്ത് പുരുഷാരം അത് കേൾക്കേണ്ടതിന് തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുമ്പോൾ 2 പടക് കരയ്ക്ക് വന്ന് അടുത്തു. 2 പടക്. എനിക്ക് ആ ഒരു പരാമർശം വളരെ സന്തോഷകരമാണ്. ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നൊരു വേർഡാണത്. 2 പടക് വന്നു എന്ന് എഴുതിയിരിക്കുന്നത്. 2 പടക് കരയ്ക്കെടുത്തു. ആൻഡ് സോ 2 ഷിപ്പ് സ്റ്റാൻഡിങ് ബൈ ദ ലേക്ക്. 2 ഷിപ്പുകൾ, 2 ബോട്ടുകൾ, 2 പടകുകൾ കരയ്ക്കെടുത്തു. അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കായിരുന്നു, വേറെ ഒരു പടകും കർത്താവിന് കിട്ടാഞ്ഞിട്ടാണ്, പത്രോസിന്റെ പടക് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്
പത്രോസിൻ്റെ പടകിലേക്ക് യേശു കയറിയതെന്ന് ചിന്തിക്കാമായിരുന്നു. ഒരിക്കലും അങ്ങനെയല്ല. വേറെയും പടക് അവിടെ ഉണ്ടായിരുന്നു. 2 പടക് ആ സമയത്ത് അവിടെ വന്നു എന്ന് എഴുതിയിട്ടുണ്ട്. മറ്റ് പല പടകുകളും ഉണ്ടായിരുന്നപ്പോൾ, മറ്റ് പല പടകുകളിലും യേശുവിന് കയറാൻ അവസരമുണ്ടായിരുന്നപ്പോൾ, അവരുടെ പടകുകളിലുള്ളവരെ ശ്രദ്ധിക്കാൻ അവസരമുണ്ടായിരുന്നപ്പോൾ, എന്തുകൊണ്ടാണ് ഈ പടകിലേക്ക് മാത്രം യേശു ഫോക്കസ്ഡ് ആയത്? എന്തുകൊണ്ടാണ് ആ പടകിൽ വന്ന പത്രോസിലേക്ക് മാത്രം യേശു ഫോക്കസ്ഡ് ആയത്? എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ 2 കാരണങ്ങൾ അവിടെയുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ കോളിംഗ്, ദൈവത്തിൻ്റെ വിളി, ദൈവത്തിൻ്റെ മുൻനിർണയം. ദൈവത്തിൻ്റെ മുൻനിർണയം ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വിളി ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ പദ്ധതികൾ ഒരു വ്യക്തിയിൽ ദൈവം മുന്നമേ കണ്ടിട്ടുണ്ടെങ്കിൽ, പലരെയും മറികടന്നു വരുന്ന ഒരഭിഷേകം ആ വ്യക്തിയിൽ വെളിപ്പെടും. പലരെയും മറികടന്നു വരുന്ന ഒരു അനുഗ്രഹം ആ വ്യക്തിയിൽ വെളിപ്പെടും. പലരെയും മറികടന്നു വരുന്ന ഒരു നന്മ ആ വ്യക്തി